നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയും ശമ്പള പ്രതിസന്ധിയും എല്ലാം ഉണ്ടെങ്കിലും ഇഷ്ടക്കാരെ പ്രീതിപ്പെടുത്തുന്ന പിണറായി തന്ത്രത്തിന് യാതൊരു ഭംഗവും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. എല്ലാവർക്കും അറിയാമല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അരമന രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ അത് KM എബ്രഹാം എന്ന്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സകലമാന ഉദ്യോഗസ്ഥർക്കും ശമ്പളം നൽകിയില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ശമ്പളത്തിന് യാതൊരു പ്രശ്നവും വരുത്തിയിട്ടില്ല മുഖ്യമന്ത്രി എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രമാണ് ശമ്പളം കിട്ടിയതെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ സംസ്ഥാനത്ത് മുടങ്ങാത്ത ഏക കാര്യം KM എബ്രഹാമിന്റെ ശമ്പള വർധനവ് മാത്രമാണ്. എന്നുവെച്ചാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറമെ 1-ാം തീയതി ശമ്പളം കൃത്യമായി കിട്ടിയ അപൂർവ ചില ഭാഗ്യശാലികളിൽ ഒരാൾ KM എബ്രഹാമാണ്. കിഫ്ബിയുടെ 2022-23 വാർഷിക റിപ്പോർട്ട് ഫെബ്രുവരി 6 പുറത്തു വന്നിട്ടുണ്ട്. KM എബ്രഹാമിന് ഓരോ വർഷവും ശമ്പളത്തിന്റെ വർധനവിനായി 20,000 രൂപ വീതം നൽകുന്നു എന്ന റിപ്പോർട്ടാണ് അതിലുള്ളത്. 2021-22 40.18 ലക്ഷമായിരുന്നു KM എബ്രഹാമിന്റെ വാർഷിക ശമ്പളം. ഒരു മാസം 3.34 ലക്ഷം രൂപയായി വരും. 2022-23 കാലഘട്ടമായപ്പോൾ KM എബ്രഹാമിന്റെ വാർഷിക ശമ്പളം 42.49 ലക്ഷമായി ഉയർന്നു. ഒരു മാസം 3.54 ലക്ഷം രൂപ വരും. ഒരു വർഷത്തെ ശമ്പള വർധനവ് 20,000 രൂപ എന്ന കിഫ്ബി ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. ഇതുകൂടാതെ ചീഫ് സെക്രട്ടറി റാങ്കിലെ പെൻഷനും എബ്രഹാമിന് സർക്കാർ വക ലഭിക്കുന്നുണ്ട്. ഈ 2.5 ലക്ഷം രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത്. ശമ്പളവും പെൻഷനും കൂടി എബ്രഹാമിന് പ്രതിമാസം ലഭിക്കുന്നത് 6.05 ലക്ഷം. ഇതുകൂടാതെയാണ് എബ്രഹാമിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാബിനറ്റ് പദവി കൂടെ മുഖ്യമന്ത്രി തരപ്പെടുത്തി കൊടുത്തത്. ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ സാക്ഷി പറഞ്ഞ വ്യക്തിയായിരുന്നു KM എബ്രഹാം എന്നതിനാൽ പിണറായി എബ്രഹാമിന് വേണ്ടി വാരിക്കോരി ലക്ഷങ്ങൾ നൽകുന്നതും ക്യാബിനറ്റ് റാങ്ക് നൽകുന്നതിനുമെല്ലാം പിന്നിൽ ലാവ്ലിൻ കേസ് ഒതുക്കി തീർക്കണമെന്ന ലക്ഷ്യം തന്നെയായിരിക്കുമെന്നത് വ്യക്തമാണ്. സ്വന്തം അരമന രഹസ്യം പുറത്തു പോകാതിരിക്കാൻ മുഖ്യൻ ഇഷ്ടക്കാരെയെല്ലാം പ്രീതിപ്പെടുത്തുന്ന കൂട്ടത്തിൽ എബ്രഹാമിനെയും കൂട്ടുന്നുണ്ട്. അത്തരത്തിൽ പ്രീതിപ്പെടുത്തലിന് യാതൊരു ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വരുന്നില്ലെന്നാണ് റിപ്പോർട്ട്. നേരായ വഴിക്ക് ജീവിക്കുകയാണെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെയെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെൻഷൻ എവിടെയെന്ന് ചോദിക്കുന്നവരോട് തരാൻ ആഗ്രഹമുണ്ട്, പണം വേണ്ടേ എന്നാണ് സർക്കാർ വകയുള്ള ക്യാപ്സ്യൂൾ. ചരിത്രത്തിൽ ആദ്യമായി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം ഇത്തവണ മുടങ്ങി. ഒന്നും മുടങ്ങിയിട്ടില്ല, സാങ്കേതിക കാരണം കൊണ്ട് കിട്ടാത്തതാണെന്ന് ബാലഗോപാൽ ന്യായീകരിക്കുന്നു. അപ്പോഴും മന്ത്രിമാരുടെ ഇഷ്ടക്കാർക്കും മന്ത്രിമാർക്ക് വേണ്ടപ്പെട്ടവർക്കും കൃത്യമായി ശമ്പളവും പണവും എല്ലാം തന്നെ കൃത്യമായി എത്തിക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്.